പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേടിണ്ടോ? ചെറുതായിട്ട് ഉണ്ടോ? അടിപൊളി വ്യൂ ആട്ടോ ഈ. അപ്പൊ ഇന്ന് ഒക്ടോബർ 9 ഇപ്പൊ നമ്മളുള്ളത് ശ്രീനഗറിലാണ്, നമ്മുടെ റൂമിലാണ്. അപ്പൊ കശ്മീരിലേക്ക് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നേരെ നമ്മളെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ നമുക്ക് പോവാണ്ട് ഇപ്പോ. ഓക്കെ, സോനമർഗിലേക്കാണ് പോണത്. അവിടെ എത്തുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറെ എവിടെയും നിർത്താനൊന്നുമില്ല. പിന്നെ ഹസ്രത് ബൽ ദർഗയാണ് കാണാനുള്ള സ്ഥലം. അത് നമ്മൾ തിരിച്ചു പോരുമ്പോൾ നൈറ്റ് ആണ് പോവാ. അത് ജസ്റ്റ് ഒരു പള്ളിയാണ്. അപ്പോ ഇത് ഇന്നലെ നമ്മൾ വന്ന സ്ഥലം കണ്ടോ, ഇന്നലെ നൈറ്റ് ഇന്നലെ നമ്മൾ നൈറ്റ് വന്ന സ്ഥലം. പിന്നെ ആ ഭൂപ്പടം കാണില്ലേ രാത്രി, അത് ആ മലന്റെ മുകളിലാണ്. ഇപ്പോൾ ഒന്നും കാണില്ല, അവിടെ ഒരു മലന്റെ മുകളിൽ. ഓക്കെ, അത് കശ്മീരിന്റെ മാപ്പാണ്. ഇന്ത്യന്റെ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് കാണൂല്ലേ കശ്മീർ തലയിട്ട്. ആ മാപ്പിങ്ങിന് അവിടെ ഞാൻ സെറ്റ് ചെയ്ത് ലൈറ്റിംഗ് പോലെ. അവിടെ ഉള്ളത് ആർമി കണ്ടോൺമെന്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഗ്ലൗസ് ജാക്കറ്റ് എല്ലാം റെഡി ആണല്ലേ, സജ്ജമായിട്ടിരിക്കല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ നേരെ സോൻമർഗിൽ എത്തിക്കഴിഞ്ഞാല് രണ്ട് ഓപ്ഷൻ ആണ്. ഒന്ന് കുതിര സഫാരി, അതിന് മാക്സിമം 1000 രൂപ വരെ കൊടുക്കാം. ഓക്കെ, ഒരു 2000 3000 ഒക്കെ പറഞ്ഞു വരും. മാക്സിമം 1000 രൂപ. അത് 700 രൂപക്കും നമ്മൾ വില പേശുകയാണെങ്കിൽ ഓക്കെ. അവിടുന്ന് ശുദ്ധ മലയാളമാണ് പറയാം, കാരണം ഓൽക്കത് മനസ്സിലാകരുത്. ബാർഗിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവും. ഞാൻ നിങ്ങളോട് ഒരു ഡീല് പറഞ്ഞു വരും, പിന്നെ ഓലോട് ഇതാവും. ഓക്കെ, അപ്പോൾ എങ്ങനെ കഴിഞ്ഞാലും ഒരു 600 അല്ല, ഒരു 700 രൂപയിൽ 1000 രൂപ വരെ അതിൻ്റെ റേറ്റ്. അത് ഏകദേശം 6 കിലോമീറ്റർ മുകൾക്ക് പോകും. ഒരു 5-6 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പിന്നാലേക്കാരം. നേരെ പോകുമ്പോൾ നല്ല രസമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും സോൻമർഗിലേക്ക് പോകുമ്പോൾ. ബാക്കിൽ മുന്നിൽ കേൾക്കണ്ടല്ലോ അല്ലേ സോൻമർഗില്. അതൊന്ന് ഓപ്ഷന്. അതിന് 700 മുതൽ 1000 രൂപ വരെ എന്ത് ചെയ്യാം, നമുക്ക് കുതിരക്ക് കൊടുക്കാം. അങ്ങോട്ടും കുതിര ഇങ്ങോട്ടും കുതിര. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരേ റേറ്റ്, അപ്പ് ആൻഡ് ഡൗണ്. ഡീൽ ഉറപ്പിച്ചതിന് ശേഷം പേയ്മെന്റ് ഒന്നുകിൽ ഇന്ത്യ അടുത്ത് തരാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കളക്ട് ചെയ്യാം. നമ്മൾ എവിടെ പോവാണെങ്കിലും കാശ്മീരിൽ എവിടെ പോവാണെങ്കിലും നമുക്ക് ഇതിന്റെ വേഴ്സറ്റൈൽ ബ്യൂട്ടി ഓഫ് എർത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷൊക്കെ വരുന്നുണ്ട്, നമുക്ക് എക്സ്പ്ലോർ. ഞാൻ വീഡിയോയിലാണ് അതാ ഇംഗ്ലീഷ് പറയുന്നത്. അപ്പോ ഇപ്പൊ ഈ സമയത്ത് ഓട്ടം, സ്പ്രിങ്, വിന്റർ, പിന്നെ സമ്മറിന്റെ ചെറിയ എലമെന്റുകളും നട്ടുച്ച നേരത്തെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ വന്ന സ്ഥലത്ത് ഈ സമയത്ത് വിന്റർ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പോയ സ്ഥലത്ത് അതായത് പീക്കിൽ പോയി കഴിഞ്ഞാൽ വിന്റർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്പ്രിങ്, ഈ ഒരു ഇപ്പത്തെ ഈ ഏരിയകളിലൊക്കെ ചെറിയ രീതിയിൽ സമ്മർ പറയാൻ പറ്റൂല, സമ്മർ കഴിഞ്ഞിട്ടുള്ള ടൈമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കുതിര പോവാ. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവാം. വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 കിലോമീറ്റർ നമ്മൾ ഹൈ റേഞ്ചിൽ എന്ത് ചെയ്യും പോലെ നമ്മൾ കൊണ്ടുപോകും. അപ്പൊ ഏത് പോകാണെന്നുള്ളത് ചൂസ് ചെയ്യാം. തീരെ കുതിരമ്മ കയറാൻ കഴിയൂല എന്നുള്ള ആളുകൾ ആരെയുണ്ടോ? പേടിയാണോ അതോ പേടി പ്രശ്നമല്ല, അല്ലാതെ ഊരവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും? പ്രായമായി ആരും അംഗീകരിക്കൂല, അതാണ്. ഒക്കെ വയസ്സന്മാരാണ്. ഇന്നലെ ഇന്ന വയസ്സാക്കിയില്ല പറയും. നടക്കല് പോസിബിൾ അല്ല. രണ്ട് ഓപ്ഷന്. ഒന്ന് കുതിരമ പോവാ, അതാവുമ്പോ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പെർ ഹെഡ് ഒരു 1000 രൂപ കരുതിക്കോളി. നേരെ പോവാ, കണ്ടുപോരാ. അത് നല്ല രസമുള്ള ഒരു ആംബിയൻസ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ട്രിപ്പിലൊക്കെ നമ്മൾ അങ്ങോട്ടാ പോയത്. നമ്മൾ വോയിസ് ഗ്രാമിന്റെ പേജിലത്തെ വീഡിയോസ് കാണലുണ്ടോ ഏതെങ്കിലും സത്യസന്ധമായിട്ട്? അതിൽ കഴിഞ്ഞ ട്രിപ്പിലൊക്കെ കുറെ ഒരു എന്താ പറയാ, കുറെ ആളുകളൊക്കെ കൊണ്ട് സംസാരിപ്പിക്കുന്ന കുറെ വീഡിയോ കണ്ടിരുന്നു മേലെന്ന്. അതൊക്കെ ആ സ്ഥലങ്ങൾ സോനമർഗാണ്. ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും സോനമർഗ്. അപ്പൊ നമ്മളെ കൂടെ വന്ന എല്ലാവരും ഉണ്ട്. നമ്മൾ നമ്മളെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സോനമർഗിലേക്ക് പോകുന്ന വഴിയിലുള്ള ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ കാഴ്ച. ഇത് പള്ളിയാണ്.
ബിൽഡിങ്ങുകളാണ്. ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. വിന്റർ ആയതുകൊണ്ട് ഇവരൊക്കെ എത്തി താഴത്തേക്ക് ഇറങ്ങിയുണ്ടോ, ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ കാണണ്ടോ. ലഡാക്ക് 400 കിലോമീറ്റർ ആണ്, നമുക്ക് 55 കിലോമീറ്റർ പോകാം. ഓയ് മുഹമ്മദ് ഖാ സെറ്റല്ലേ? ഓയ് സെറ്റല്ലേ? പറഞ്ഞോളി, എങ്ങനെയുണ്ട് നിങ്ങളെ നാടോടെ? മേലാറ്റൂരുകാരനാണ്, എക്സ് പ്രവാസിയാണ്. ഇപ്പൊ ബിസിനസ്, ഇപ്പൊ എന്താ പരിപാടി? ബിസിനസ് ഉണ്ടോ? Hello. Hey. How brother? അപ്പൊ നമ്മള് നേരെ പോകണ്ടോ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് നമ്മളെ സോനമർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മമ്മർ എന്ന സ്ഥലത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ വരുന്ന സമയത്ത് നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആകാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അവിടെ അതേപോലത്തെ ഒന്ന് വീണ് നോക്കി വൈറലാവും. അപ്പോൾ ഓരൊക്കെ നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ്. ഇവിടെ നല്ല രസമായിട്ടുള്ള ആംബിയൻസ് നോക്കി, എന്താ ഭംഗി നോക്കി, കിട്ടില്ല ഭംഗി. അതിൻ്റെ സൂം ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തോക്കാം. അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു കുടുംബജീവിതമായി ഒരാഴ്ചയിൽ ഒരു മാസത്തിലൊക്കെ ഇതേപോലത്തെ സ്ഥലത്ത് വന്ന് നിൽക്കുക നേക്കകരം അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ആംബിയൻസ് നോക്കി മക്കളെ. ഇനി നമുക്കുള്ളത് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം. ഇവിടെ നല്ല കേട്ടോ, ചായ അടിക്കേണ്ട ആൾക്ക് ചായ അടിക്കാം. വാഷ്റൂം ഇതൊക്കെ നമ്മളെ കൂടെ വന്ന നമ്മളെ കോഴിക്കോട്ടുകാരാണ്. ഡോക്ടർ സെറ്റല്ലേ? അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് തിരിച്ചു പോവാണ്. നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ഇതിലേക്ക് കയറിയിരിക്കണു. അപ്പൊ ഇനി നമ്മൾ നേരെ സോൻമർഗിലെത്തും. സോൻമർഗിൽ എത്തിക്കഴിഞ്ഞാൽ 2 ഓപ്ഷനാണ്. ഒന്നുകിൽ നമുക്ക് കുതിര സഫാരി എടുത്ത് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് അഡീഷണൽ വണ്ടി എടുത്തിട്ട് പോകണം. അപ്പോൾ കുതിര സഫാരി എടുക്കുകയാണ് ബെറ്റർ. ഫിസിക്കലി ന്യൂരവേദന അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകാം. വണ്ടി ആകുമ്പോൾ ഒരു വണ്ടിക്ക് 3000 മുതൽ 4000 രൂപ വരും. അങ്ങനെ ഡിപ്പെൻസ് ആണ് അതിൻ്റെ റേറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് സോനമർഗ് പോകണം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഡേറ്റുകൾ വരുന്നത് നവംബർ 1 വരുന്നുണ്ട്, നവംബർ 27 ഡിസംബർ 2, ഡിസംബർ 25 ഡേറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ സീസൺ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുക്കിംഗ് പെട്ടെന്ന് പോകും. ലിമിറ്റഡ് സീറ്റുകളുണ്ട്. ആദ്യം വരുന്ന ആളുകൾക്കായിരിക്കും അവസരം. കാരണം ടിക്കറ്റുകൾ, ട്രെയിൻ ടിക്കറ്റുകൾ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലൈറ്റിനെ ബുക്കിംഗ് എടുക്കുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും. ഫ്ലൈറ്റിനാകുമ്പോൾ നല്ല റേറ്റ് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളി. അങ്ങനെ നമ്മളെല്ലാവരും വന്നു. പോവാ പോലെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് ടണലിലോട് ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോകണ്ടോ. നമ്മൾ ടണൽ കയറി ടണലിലുള്ള കൂടെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ എന്ത് ചെയ്യും, ഈ കുതിരമ പോവാം. കുതിരകളിവിടെ റെഡിയാണ്. ഓക്കെ,
എത്ര എങ്ങനെയൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാലും ഇവിടെ നമ്മളെ ഏറ്റവും സ്വൈപ്പാക്കണം നല്ല ആളുകളൊക്കെയാണ് ഇവർ. പക്ഷേ എന്താ വെച്ചാൽ നമ്മളെ ഭയങ്കരമായിട്ട് ലൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ ഇവരാണ്. പേടിയുണ്ടോ? ഉണ്ടോ? അപ്പൊ നമ്മൾ നേരെ താജിവാസി ഗ്ലേഷ്യറിലേക്ക് പോകണം. ताजीवासी ग्लेशियर है ना, हम कहाँ जा रहे हैं अभी? हैं? ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ മോനെ എങ്ങനെ ഇത് പറയാറില്ല, കാഴ്ച കൊണ്ട് നല്ല ഭംഗിയാണ്. പക്ഷെ വെച്ചാൽ ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കും. ഇതിപ്പോ 800 ഡീൽ ചെയ്ത് കേട്ടോ. അങ്ങനെ നമ്മൾ കുതിര സഫാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി ട്രിപ്പ്. വ്യൂ എങ്ങനെയുണ്ട്? വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളി വ്യൂ ആട്ടോ. ഈ ഏറ്റവും പീക്കില് നല്ല മഞ്ഞുമലകളുണ്ടോ, ഇവിടെ നല്ല ഗ്രീനറി, നല്ല താജിവാസി. അപ്പൊ നമ്മളെന്ത് ചെയ്തു, കുതിരമ്മ ഇവിടെ എത്തി. കുതിരകൾ ടയർഡ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക, മാഗി കഴിക്കുക. ആ മാഗി വേണമെങ്കിൽ കഴിക്കുക, ചായ വേണമെങ്കിൽ കുടിക്കുക. അപ്പോ എന്റെ മക്കളെ നോക്കി എന്താ വൈബ്. സോനമർഗിലാട്ടോ, താജിവാസി ഗ്ലേഷ്യറിലാണ് ഇപ്പം ഉള്ളത്. ഇവിടേക്ക് വരണമെങ്കിൽ കുതിര എടുത്തിട്ട് വരണം. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ ആളുകളുണ്ടെങ്കിൽ 700-800 കിട്ടും. ഒരു 2000-3000 പറയാതെ റേറ്റ്. ഈ ഫോട്ടോസും വീഡിയോസും എടുക്കാനേ 100-150 അപ്പോ സെറ്റല്ലേ? എല്ലാരും മാഗി കഴിച്ചോണ്ടിരിക്കാണ്. എങ്ങനെയുണ്ട് കാശ്മീർ വന്നിട്ട്? കാശ്മീർ ആദ്യമായിട്ടാണ് വരുന്നത്. അത് വളരെ അടിപൊളി, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫോട്ടോ എടുക്കാൻ വരി. അപ്പൊ നീ ഇവലൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കലാണ് പണി. അപ്പൊ അത്യാവശ്യം നല്ല തണുപ്പ് കയറികള്, മഞ്ഞ് പെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, സ്നോഫോൾ വരുന്നുണ്ടാവും. സ്നോഫോൾ ഉണ്ട്. ഞാൻ നോലിട്ടോ, ഇങ്ങനത്തെ കഴിഞ്ഞില്ലേ? അവിടെ നിസ്കരിക്കുന്നുണ്ട് ആൾക്കാര്. അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് വന്ന വഴിക്ക് തന്നെ നമ്മൾ നേരെ പോവാണ്. നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ബാക്കിയുള്ള ആളുകൾ എത്തിയിട്ട് പോയല്ലോ, വണ്ടിയിൽ പോയല്ലോ, ഒരവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് നേരെ ഇങ്ങനെ പോകും. ഓക്കെ, മഞ്ഞ് പെയ്യുണ്ടോ സുഹൃത്തുക്കളെ? സൽമാൻ വെള്ളക്കൊണ്ടോ? അപ്പോ അങ്ങനെ നമ്മൾ കുതിര സഫാരി കഴിഞ്ഞെത്തി. ഇനി കുറച്ച് ആൾക്കാർ എത്താണ്ട്, പിന്നെ വണ്ടിയിൽ പോയ ആൾക്കാർ എത്താണ്ട്. നമ്മൾ നേരെ ഇവിടുന്ന് പോട്ടെ. നമ്മൾ ഓരോ കുതിരകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതാക്കണം ബാക്കിൽ വരുന്ന 2 ആൾക്കാർ. അങ്ങനെ ഈ രണ്ടീച്ച അപ്പം നമ്മളാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേറെയും ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടോ? നോക്കി, ഇതൊക്കെ കുതിരൻ്റെ ഉണ്ടോ? ഈ കുതിര ഉണ്ടോ? കുതിര അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഇതേപോലത്തെ ഇത് വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുക. വയറ്റിന് സമ്മതിക്കണല്ലേ ശരിക്ക്. കാലൊക്കെ വളഞ്ഞിരിക്കണം. ആ കിട്ടണ വൈക്കോല്.